നല്ല പാല് പോലെ പതഞ്ഞൊഴുകുന്നല്ലേ. പാലൊഴുകും പാറ എന്ന് വെറുതെ അല്ല പേര്. അതിന്റെ മുകളിൽ വശം നമ്മൾ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല. ചുമ്മാ ഒന്ന് പോയി നോക്കിയല്ല മുകളില്. ജോഗ്രഫിക്കലി അങ്ങോട്ട് എത്തേണ്ടതുമാണ്. ഇപ്പൊ പോകാനൊരു ചാൻസ് ഉണ്ട്, ഇനി പോകാൻ ചാൻസ് കിട്ടുന്നതല്ല. പോലെ പോലെ ബാ പോരെ. എൻ്റെ യാത്രകൾ ടീമിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലിക്കൽ കല്ല്. പക്ഷേ നമ്മുടെ യാത്ര ഇന്ന് ഇല്ലിക്കൽ കല്ലിലേക്കല്ല, നമ്മളിന്ന് പോകാൻ പോകുന്നത് പാലൊഴുകും പാറയിലേക്കാണ്. വെൽക്കം ടു പാലൊഴുകും പാറ. പാലൊഴുകും പാറയിലോട്ടാണ് യാത്രയെങ്കിലും പോകുന്നത് വാഗമൺ റൂട്ട് ആയതുകൊണ്ട് രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. പോകുന്ന വഴിക്ക് ഇതുപോലൊരു വെള്ളച്ചാട്ടം കണ്ട് നിർത്തിയതാണ്. ആരോ പണ്ട് പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ദ ഡെസ്റ്റിനേഷൻ വിച്ച് മാറ്റേഴ്സ്, ഇറ്റ്സ് ദ ജേർണി വിച്ച് ലീഡ്സ് ടു ഇറ്റ്സ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെയൊക്കെയുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണുമ്പോൾ എങ്ങനെ ഒന്നും നിർത്താതെ അതിൻ്റെ ഭംഗി ആസ്വദിക്കാതെ പോവുക. വാഗമൺ ഭാഗത്തേക്ക് പോകുമ്പോഴേ എത്ര നേരത്തെ ഡെസ്റ്റിനേഷനിൽ എത്തണം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയാലും ഒരിക്കലും നമ്മൾ എത്താറില്ല. കാരണം എന്താ വെച്ചാൽ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാൻ പറ്റും, കുറേ വ്യൂ പോയിൻറ്റ്സും കാണാൻ പറ്റും. എൻ്റെ ബാക്കിൽ കാണുന്ന അങ്ങ് ആ മല ഉണ്ടോ, അതേതാണെന്നറിയോ? അതാ ഇല്ലിക്കക്കല്ല്. വാഗമൺ പോകുന്ന വഴിക്ക് നമ്മൾ ഈ വഴിയാണ് വാഗമൺ പോവുക. ഈ വഴി വരുമ്പോൾ കാണാൻ പറ്റും കണ്ടോ. അങ്ങനെ നമ്മൾ പോയി ഇപ്പോൾ വാഗമൺ എത്തി. ഓൾമോസ്റ്റ് വാഗമണിൽ എവിടെ നിന്നെങ്കിലും ഭക്ഷണം കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. വാഗമണ്ണിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ഉണ്ടാവുമല്ലോ അതുപോലെ പാലൊഴുകും പാറയ്ക്ക്. 15 മിനിറ്റ് കാണും വാഗമണിൽ നിന്ന്. പാലൊഴുകും പാറ പോകുന്ന വഴിക്ക് വാഗമണിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയേക്കുവാണ്. വാഗമൺ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. ഒരു പുതിയ റെസ്റ്റോറൻറ്റാണ്. ഇപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഏകദേശം സമയം 9 മണിയായി. വിശന്നിട്ട് ഹോട്ടലിലേക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാവാം ഇനി അങ്ങോട്ടുള്ള യാത്ര. അങ്ങനെ ഫൈനലി സാധനം എത്തിയിട്ടുണ്ട്. ബിമൽ ഖജാൻജി കൊടുക്കൂ. അങ്ങനെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഡയറക്റ്റ് പാലൊഴുകും പാറ. ഇതുപോലെ സെറ്റല്ലേ? റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. വാഗമണിൽ നിന്ന് പാലൊഴുകും പാറയിലേക്ക് പോകുന്ന വഴിയെ. പാലൊഴുകും പാറ തേടിയുള്ള യാത്രയിൽ നമ്മൾ പാലൊഴുകും പാറ കണ്ടു. അതാണ് പാലൊഴുകും പാറ. നല്ല പാല് പോലെ പതഞ്ഞൊഴുകുന്നല്ലേ. പാലൊഴുകും പാറ എന്ന് വെറുതെ അല്ല പേര്. ഇത് രസമല്ലേ. അതിന്റെ മുകളിൽ എന്താ ചെക്ക് ഡാം ആണോ? ചെക്ക് ഡാം പോലെ എന്തോ അല്ലേ അത്, അല്ലേ? പക്ഷെ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല അല്ലേ? ഇല്ല, അതിന്റെ മുകളിൽ വശം നമ്മൾ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല. ചുമ്മാ ഒന്ന് പോയി നോക്കിയല്ല മുകളില്. വേണോ? വഴിയൊക്കെ ഉണ്ടാവോ? ഇല്ല, അവിടെ വരെ പോയിട്ട് പോയി. ഇവിടം വരെ വന്നല്ല, അപ്പൊ അവിടെ വരെ പോയിട്ട് വരാം. എന്തായാലും നമ്മൾ ഈ മല വലിഞ്ഞേറിയതല്ലേ. വരാട്ട് വേടല്ലേ. ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ, റോഡ് എന്തായാലും അങ്ങോട്ടുണ്ട്. ജോഗ്രഫിക്കലി അങ്ങോട്ട് എത്തേണ്ടതുമാണ്. നമുക്ക് ആരോടെങ്കിലും പോകുന്ന വഴി ആരെങ്കിലും കാണുവാണെങ്കിൽ ചോദിച്ചിട്ടേ പറ്റുവാണെങ്കിൽ പോയി നോക്കാം. കാരണം നമ്മൾ പണ്ട് ഇല്ലിക്കല്ല് പോയപ്പോൾ അങ്ങ് അറ്റം വരെ പോയതാണ്, പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ അടച്ചില്ല അല്ലേ? അപ്പൊ ആള് കൂടുന്തോറും ഇപ്പൊ പോകാനൊരു ചാൻസ് ഉണ്ട്, ഇനി പോകാൻ ചാൻസ് കിട്ടുന്നതല്ല. പോവാണോ? പോയി നോക്കാം. പോവല്ലേ? പിന്നല്ലാണ്ട് പോലെ ബാ പോരെ. അങ്ങനെ ലാസ്റ്റ് ടൈം വന്ന പോലെ നമ്മൾ വരാട്ടുമേടിലേക്ക് വരുന്ന വഴിയിൽ വണ്ടി പാർക്ക് ചെയ്തേക്കുവാണ്. ഇവിടെ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ വരാട്ടുമേട് എത്തും കേട്ടോ. വരാട്ടുമേടിൻ്റെ എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയാൽ നിങ്ങൾക്ക് വരാട്ടുമേടിൻ്റെ ഡീറ്റെയിൽഡ് ഒരു ഒരു അഡ്വഞ്ചർ ത്രില്ലിങ് വേറെ തന്നെ വഴിയിലൂടെയുള്ള ഒരു യാത്ര നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് പോവുകയാണ് ഇനി പാലൊഴുകും പാറയിലേക്ക്. വഴിയൊന്നും കാണുന്നില്ല, GPS ഇവിടെ വരെയേ ഉള്ളൂ. ഇവിടെ നിർത്തിയേക്കുക, പോയി നോക്കാം. എന്തായാലും വാ. കുത്തനെയുള്ള ഒരു കോൺക്രീറ്റ് കയറ്റം ഞങ്ങൾ കയറുവാണ്. വഴിയൊന്നും അറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആണ്. ഡയഗണലി ആണ് നമ്മളെ പാലൊഴുകും പാറ. നമ്മൾ വരുമ്പോൾ റോഡ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്നത്. എങ്ങോട്ടാ വഴിയെന്നറിയില്ല. എന്തായാലും ബിമൽ മുമ്പിൽ പോയിട്ടുണ്ട്. നമ്മൾ ക്യാമറ കാറിൽ വെച്ച് മറന്നു. അതുകൊണ്ട് ക്യാമറ എടുക്കാൻ വേണ്ടി തിരിച്ച് വീണ്ടും കാറിൽ പോയി ഈ കയറ്റം വീണ്ടും കയറുക. അപ്പോൾ ബിമൽ പോയിട്ട് തിരിച്ച് വരാത്ത സ്ഥിതിക്ക് ഞങ്ങൾ വിശ്വസിക്കുന്ന അങ്ങോട്ട് വഴിയുണ്ടെന്ന്. നിങ്ങൾക്ക് അങ്ങ് അവിടെ വണ്ടിയുണ്ടോ? അവിടെ നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് പാലൊഴുകും പാറ കാണാൻ പറ്റും. കുറേ ആൾക്കാരോട് ചോദിച്ചതിന് ശേഷം അവസാനം ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞു, ഈ കാണുന്ന റോഡിലൂടെ
നേരെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 കിലോമീറ്റർ ചെല്ലുമ്പോൾ അവിടെ നിന്നൊരു വഴിയുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക്. അപ്പോൾ എന്തായാലും ആ 1 കിലോമീറ്റർ കയറ്റം നമ്മൾ കയറുവാണ്. ശരിക്കും കുത്തനെയുള്ള കയറ്റാണെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് ആൾട്രോസ് അങ്ങനത്തെ കാറുകളൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ വഴി അറിയാത്തതുകൊണ്ട് നമ്മൾ വണ്ടി മേളിൽ കയറ്റില്ല എന്നുള്ളൂ, താഴെ വെച്ചു എന്നുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഓട്ടോ അങ്ങനെ കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഓട്ടോ പിന്നെ കയറും എന്നറിയാം, പക്ഷെ എന്നാലും കുറേ കാറുകൾ ഉണ്ട്. ഇവിടെ ആൾക്കാർ വീടുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉള്ള കാറുകളൊക്കെ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനീഷ്യൽ കയറ്റം എന്ന് പറയുന്ന സ്ഥലം കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഒരു വളവും ഒരു കയറ്റവുമാണ്. അത് കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ല റോഡുകളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും പോയി നോക്കാം. എന്താണ്ടോ ഓറഞ്ചാ നടന്നു പോകുന്ന വഴിക്ക് കണ്ടതാ. പാലൊഴുകുംപാറയുടെ ടോപ്പ് അന്വേഷിച്ചിട്ടുള്ള യാത്രയിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരഡൈസിൽ തന്നെയാണ്. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ ഒരു കുത്തനെയുള്ള കയറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കാട് പോലത്തെ പ്രദേശമായിരുന്നു, നല്ല കുത്തനെയുള്ള കയറ്റം, കുറേ വീടുകൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്ങനെയെങ്കിലും അതിൻ്റെ ഇടയിലേക്കൂടെ ഒരു വഴി ഉണ്ടാവും എന്നുള്ളത് വിചാരിച്ചിട്ട് ഇവിടെ എത്തിയപ്പോഴേക്ക് ഇവിടെ വേറെ തന്നെ ഒരു ലോകമാണ്. അതായത് നമ്മൾ മൂന്നാറിലും വാഗമണിലൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ആൾക്കാർ നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവിടത്തേക്കുള്ള ക്രൗഡും നമുക്കറിയാം. ഇതിപ്പോൾ നിങ്ങളുടെ പുറകെ വശം ഒന്ന് നോക്കിയാൽ എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന്. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞെടുത്ത് കഴിഞ്ഞാലും ഫുള്ളി ഫോട്ടോ സ്പോട്ട്സാണ്. അതായത് നമുക്കിനി പോകേണ്ട വഴി ഇതാണ്, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതാണെന്ന്. പക്ഷേ നിങ്ങൾ നോക്കി എങ്ങനെ ക്യാമറ എടുത്തു കഴിഞ്ഞാലും നല്ല ബ്യൂട്ടിഫുൾ ഷോട്ട്സ് കിട്ടും. എന്തായാലും നമുക്ക് പോയി നോക്കാം. പാലൊഴുകുംപാറയുടെ മേളിൽ അന്വേഷിച്ചിട്ടുള്ള യാത്രയാണല്ലോ, എന്തായാലും മേളിലോട്ട് എത്തുമോ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ബാ. തേയിലത്തോട്ടത്തിൻ്റെ മേളിലേക്കൂടെയുള്ള റോഡിലേക്കൂടെ നമ്മൾ നടക്കുവാണ്. ഇതുണ്ടോ നേരത്തെ കണ്ട തേയിലത്തോട്ടം, അത് ഈ വഴി നമ്മൾ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ നടക്കുക കേട്ടോ. പലവിധ ടെറൈനുകളിലൂടെ നമ്മളുള്ള സഞ്ചാരം മുന്നോട്ട് പോവുകയാണ്. രണ്ട് സൈഡിലും നല്ല ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളാണ്. അതുകൊണ്ട് മടുത്തു എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറേ ദൂരമായി നടക്കുന്നത്. അത് അഭിമല പോകുന്നത്. ഏതാ ഫോറസ്റ്റ്, ഇതാണോ അതോ ഇതാണോ? ഓക്കെ, അപ്പോൾ ഇത്ര ഒരു സ്ട്രെച്ച് മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ്. ഇവിടെ അപ്പോൾ ഇഷ്ടംപോലെ അട്ടയൊക്കെ ഉണ്ട് അല്ലേ? ഓ ഇല്ലേ, സാധാരണ എനിക്ക് കടി കിട്ടേണ്ടതാണ്. ഓ ഇവിടെ ഏലം ഉണ്ടല്ലേ? ഓക്കെ. ഇവിടെ അപ്പോൾ ചേട്ടാ ഇവിടെ വെള്ളമൊക്കെ ഇവിടെ നിങ്ങൾ തന്നെ മീൻസ് വെള്ളമൊക്കെ എങ്ങനെയാ ഇവിടെ? വീട്ടിൽ കിണറുണ്ട്, ഓ പിന്നെ താഴെ വലിയ ഡാമിൽ നിന്ന് മോട്ടർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിലെ ഇറങ്ങിപ്പോ, ഇതിലൊരു വഴി കാണിച്ചു തരാം. ഏതിലാ കയറണ്ടേ? ഓക്കെ ഓക്കെ. നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോകട്ടോ. ഈ ഒരു ചേട്ടൻ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ വഴി പോയാൽ മേളിലെത്താം. എല്ലാവരും നമ്മളോട് പറഞ്ഞു എത്താൻ പറ്റത്തില്ല എന്ന്, പക്ഷേ ചേട്ടൻ പറഞ്ഞു പോകാമെന്ന്. എന്തായാലും വാ. ഒരു ഗൂഗിൾ മാപ്പിലും ആരും പറഞ്ഞു തരാത്ത വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കാരണം നിങ്ങൾ ഒരു ഗൂഗിൾ മാപ്പിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മേളിലോട്ട് വരാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ തന്നെ പഠിച്ച പണി 18 നോക്കിയിട്ടും പറ്റിയില്ല. ഇനി നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ഇവിടെ തന്നെ കുറേ പേരോട് നമ്മൾ ചോദിച്ചു, എല്ലാവരും പറഞ്ഞത് പറ്റത്തില്ല എന്നാണ്. എന്തായാലും നോക്കാം. ഇതൊക്കെ പട്ടയം എല്ലാം ഉള്ള, നമുക്ക് പട്ടയമുള്ള എല്ലാവർക്കും ഉണ്ട് ഈ സ്ഥലം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് അരുൺ. അരുൺ. ശരി ചേട്ടാ, എന്നാലേ പോയിച്ചേരാ കേട്ടാ. അതാണ് മറ്റേ കാണുന്ന, ഇതിലൊക്കെ കാണുന്നില്ല മറ്റേ യൂട്യൂബിലൊക്കെ. ഏതാ? വരാട്ടുമേടല്ലേ? ഞങ്ങൾ അതിന്റെ മേളിൽ വട്ടം കയറി പോയിട്ടുണ്ട്. ഇതാണ് പാലൊഴുകുംപാറ പോകുന്ന വെള്ളം. ഇത് ഈ രണ്ട് കുന്നിന്റെ ഇടയ്ക്ക്. ഓ ഈ കുന്നിന്റെ ഇടയല്ലേ? ആ വെള്ളമാണ് താഴോട്ട് പോകുന്നത്. വിമലേ പോവല്ലേ? ശരി ചേട്ടാ, എന്നാലേ ശരി. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ പാലൊഴുകുംപാറയുടെ മേളിലെത്തിയിരിക്കുകയാണ്. ഈ യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല മേളിലെത്താൻ പറ്റുന്ന. 1-2 വീഡിയോസിൽ ആൾക്കാർ കയറി നിൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയും വെച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഫൈനലി കുറേ ആൾക്കാരോട് ഒരു 10-40 ആൾക്കാരോട് ചോദിച്ചിട്ട് അവസാനം നമ്മൾ പാലൊഴുകുംപാറയുടെ മേളിലെത്തിയിരിക്കുകയാണ്. ആ കായൽ എന്താ ഒരു ചെക്ക് ഡാം പോലത്തെ സ്ഥലത്ത് നമ്മൾ എത്തി. നമുക്കിപ്പോൾ ഏകദേശം കാണാം, വാ കാണിച്ചു തരാം. നമ്മൾ ആസ് യൂഷ്വൽ വഴിയില്ല, സ്ഥലം അറിയാം. ഇതാ നിങ്ങളെ കാണുന്നുണ്ടോ? അത് അങ്ങ് അവിടെ കണ്ടോ? അതാണ് ആ ചെക്ക് ഡാം. ഇവിടെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പാലൊഴുകുംപാറയിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ വേനൽക്കാലത്ത് ഇവിടെ വെള്ളം അവർ അടയ്ക്കും, പിന്നെ അങ്ങോട്ടേക്ക് വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വേനൽക്കാലത്ത് പാലൊഴുകുംപാറയിൽ വെള്ളമില്ലാതെ. അപ്പോൾ നമ്മൾ പാലൊഴുകുംപാറയുടെ മേളിലെത്തി. ഇനി അവിടം വരെ എങ്ങനെ പോകാമെന്നുള്ളത് നോക്കുക. വാ. വളരെ ന്യായമായ ചോദ്യം, എന്തിനിത് ചെയ്യുന്നു?
ആ ചോദ്യത്തിന് ഉത്തരില്ല. ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഇതാവണ്ടേ ഒരുതൻ കയറുന്നുണ്ട്. ഹൈ ഹൈ, നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടി ബിമൽ രക്തം ചീന്തിരിക്കുകയാണ് കണ്ടോ. അട്ടകടി കൊണ്ടിട്ട് പുതിയ വഴി കണ്ടുപിടിക്കാൻ മുന്നിൽ നിന്ന് നയിച്ചതാ പാവം. ഈ വീഡിയോയുടെ ആ ആ ഫൈനലി ബിമൽ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ പാലൊഴുകുംപാറ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പുറകിൽ കാണുന്നതാണ് പാലൊഴുകുംപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവം. അതായത് ഇവിടെ നിങ്ങൾക്കൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡ് കാണാൻ പറ്റും, പാലൊഴുകുംപാറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇവിടെ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പാടില്ല, അതൊക്കെ ഫോറസ്റ്റിൻ്റെ നിയമപ്രകാരം ശിക്ഷാർഹമാണ്. പക്ഷെ നമ്മളെപ്പോഴും പാലൊഴുകുംപാറ എന്ന് പറയുമ്പോൾ താഴെന്ന് കണ്ടിട്ടില്ലേ, നമ്മൾ ഇന്നും താഴെ വന്ന് കണ്ടതാണ് പാലൊഴുകുംപാറ. ഇതിൻ്റെ മേളിലേക്ക് എങ്ങനെ കയറാമെന്നുള്ളത് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഗൂഗിൾ മാപ്സിൽ ഒന്നിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ കയറാൻ പറ്റും നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ലാത്ത വഴിയിലൂടെ കയറി ഞങ്ങൾ മേളിലെത്തിയിരിക്കുകയാണ്. ചോദിച്ചു പോകാമെന്ന് മോഹൻലാൽ പറഞ്ഞ പോലെ ഞങ്ങൾ ചോദിച്ചിങ്ങനെ പോകുന്നതാണ്. പലരും ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പലരും ഇങ്ങോട്ട് വഴിയില്ല എന്നൊക്കെ പറയും. പക്ഷേ കുറേ ചേട്ടന്മാർ ഞങ്ങളെ സഹായിച്ചു. എന്തായാലും ഞങ്ങൾ ആദ്യം ഇതിലൂടെ ഇങ്ങനെ വന്ന് ഇവിടം വരെ വന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റില്ല, കാരണം ഇവിടെ ചതുപ്പാണ്. പിന്നെ ഞങ്ങൾ വേറൊരു വഴി ഒരു പ്രൈവറ്റ് റോഡിൽ കൂടെ ഞങ്ങൾ ഇവിടെ എത്തി. എന്തായാലും നല്ല രസമാണ്. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്. ഇതിവിടെ എനിക്ക് ഇവിടെ ജല ആവശ്യത്തിന് വേണ്ടി ഉപയോഗമുള്ള ചെക്ക് ഡാമാണ്. അപ്പോൾ ഈ ഏകദേശം ഈ ലെവൽ വെള്ളമായി കഴിയുമ്പോൾ പിന്നെ ഈ വെള്ളച്ചാട്ടം സ്വാഭാവികമായിട്ടും നിൽക്കും, പിന്നെ വെള്ളച്ചാട്ടം ഉണ്ടാവില്ല. എന്തായാലും നല്ലൊരു അല്ലേ, എന്തും കണ്ടുപിടിക്കാനുള്ള മനുഷ്യന്റെ ത്വരയിൽ നിന്നും മൊത്തം അട്ടയും കടിച്ച് സത്യം ഇപ്പോഴും മുള്ളും കൊണ്ട് കളഞ്ഞോണ്ടിരിക്കുക. പാമ്പ് ഏതായാലും കടിച്ചില്ല. അങ്ങനെയുണ്ടോ, കൈയൊക്കെ മൊത്തം ഫുള്ള് ചോരയിൽ കുളിച്ചേക്കുവാണ്. പാമ്പ് കടി മാത്രം കൊണ്ടില്ല എന്ന് പറയാം. അതെ, അട്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്, കളയണം. പക്ഷെ നിങ്ങൾക്ക് തന്ന ഒരു വാക്കിന്റെ ബലത്തിൽ നമ്മൾ കയറിയതാണ്. ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരാൻ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. അതായത് നിങ്ങൾ ഇങ്ങോട്ട് വരണം, വന്ന് കാണണം, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ പാലൊഴുകുംപാറ വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പ് വശം എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കയറിയതാണ്. വരാതിരിക്കുന്നതാണ് നല്ലത്. അതെ, നിങ്ങൾ വരാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ കാരണം ഇവിടെ വരെ വന്നിട്ട് നമ്മൾ താഴത്ത് വെച്ച് കണ്ടതും ഇവിടെ വെച്ച് കണ്ടതും നോക്കുമ്പോൾ ഏതാണ് ഭംഗിയെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി താഴത്ത് വെച്ച് കാണുന്നതാണ്. ഒരു എഫേർട്ടും ഇല്ലാതെ കാറിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് പാലൊഴുകുംപാറ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ജിജ്ഞാസയുടെ പുറത്ത് ഞങ്ങൾ കയറിയതാണ്, ഇതിൻ്റെ മേൽവശം എങ്ങനെ ആയിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കയറിയത് ഞങ്ങൾ ഒട്ടും ഖേദിക്കുന്നില്ല, നല്ലൊരു കയറ്റം തന്നെയായിരുന്നു. ഇത് എന്താ ഒരു രസകരമായ വേറൊരു അനുഭവം. നമ്മൾ വരാട്ടുമേട് ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു കയറിയത്. നേരെ അപ്പുറത്തായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യ അഭ്യാസം. ഈ പ്രാവശ്യം ഈ മലയിലാണ്. അന്ന് ഞങ്ങൾ വന്നപ്പം വെള്ളമില്ലായിരുന്നു, വെള്ളം നോക്കി വന്നതാണ്. അപ്പോൾ നമുക്കന്ന് തിരിച്ചു പോയാലോ? ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ പാലൊഴുകുംപാറ ഹൈക്ക് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ടീം എൻ്റെ യാത്രകൾ.